പന്തളത്ത് നടന്നത് തീവ്ര സംഗമമോ എന്നാണ് ചോദ്യം. ജിമ്മി, ഒരു രാഷ്ട്രീയ കോർണർ മീറ്റിംഗ്, എനിക്കതാണ് യോഗം കണ്ടപ്പോൾ തോന്നിയത്. തീവ്രതയൊക്കെ വല്ലാതെ കൂടുതലായിരുന്നു. അത് കൂടിക്കൂടി ഒരു കോർണർ മീറ്റിങ്ങിൻ്റെ നിലവാരത്തിലേക്ക് ഇത് താഴ്ന്നു എന്നുള്ളതാണ്. മുഖ്യ പ്രാസംഗികൻ ഉദ്ഘാടകൻ പറഞ്ഞത് പിണറായി വിജയന് കാമമാണെന്നാണ്. കാമവും കൂടിയാണ് ചേർത്താണ് പറഞ്ഞത്. ഇങ്ങനെ കേരള ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പ്രസംഗം ഉണ്ടായിട്ടുണ്ടാവും ഇത്രയും പ്രധാനപ്പെട്ട ഒരു പരിപാടിയുടെ ഭാഗമായി? അപ്പോൾ കോർണർ മീറ്റിങ്ങിൻ്റെ നിലവാരമുള്ള ഒരു തീവ്ര യോഗം, രാഷ്ട്രീയ യോഗം അവിടെ നടന്നു എന്ന് മാത്രമല്ല, ശബരിമലയിലെ ആചാരം സംരക്ഷിക്കണം, ഭംഗം വരുത്തുന്ന ആളുകളാണ് സർക്കാരും CPM-ഉം ഇടതുപക്ഷവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സംഗമം നടന്നത്. എന്നിട്ട് ഈ സംഗമത്തിൽ പങ്കെടുത്ത ഒരു സ്വാമിയാർ, അത് ശ്രീരാമദാസ മിഷൻ്റെ ശാന്താനന്ദ മഹർഷി പറയുകയാണ്, വാവർ തീവ്രവാദിയാണ്, വാവർ മുസ്ലിം തീവ്രവാദിയാണ്, അയ്യപ്പനെ ആക്രമിക്കാൻ വന്നയാളാണ്, അതുകൊണ്ട് ഈ വാവരുടെ പള്ളിയിൽ പോകരുത്. ശബരിമലയിലെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം തന്നെ വാവരുടെ പള്ളിയിൽ പോയി കാണിക്കർപ്പിച്ച് അവിടെ നിന്ന് മല ചവിട്ടി കയറിപ്പോകുന്ന ഒരു അടിസ്ഥാനപരമായി ശബരിമലയിലെ സാഹോദര്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയൊക്കെ വലിയ ചിത്രമായി മാത്രമല്ല, ശബരിമലയുടെ വിശ്വാസത്തിന് തന്നെ അടിസ്ഥാനം ഇതായിരിക്കെ ഈ യോഗത്തിൽ വന്ന് സംസാരിക്കുന്ന ആൾ പറഞ്ഞത് അത് ശരിയല്ല, അത് നമുക്ക് തകർക്കണമെന്നാണ്. അപ്പോൾ ആചാര സംരക്ഷകരാണെന്ന് പറഞ്ഞവരുടെ യോഗത്തിൽ അവസാനം ആവേശം കയറി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആചാര ലംഘനത്തിൻ്റെ ഘട്ടത്തിലേക്കാണ് കടന്നത്. ഈ പണ്ട് നാട്ടിലെ ഒരു കഥയുണ്ട്, ഈ മൗനജാഥ നടക്കുകയാണ്. അപ്പോൾ ആവേശം കൂടി വന്നപ്പോഴത്തേക്ക് അവസാനം അതിനകത്തുള്ള ആൾക്ക് ആവേശം കൂടിയിട്ട് മൈക്കും വേണ്ട, ഒരു കോപ്പും വേണ്ട, മൗനജാഥ സിന്ദാബാദ് എന്ന് ഒരാൾ ആർത്ത് വിളിച്ചു എന്നാണ് പറയുന്നത്. എന്ന് പറയുന്ന പോലെ ഈ സമൂഹത്തെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് അലറി വിളിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ ശബരിമലയിൽ ഏത് വിഭാഗത്തിലുള്ള ആളുകൾക്കും കയറാം എന്ന ഒരു വിശ്വാസം ഇരിക്കെ, എല്ലാവരും അയ്യനായി മാറുന്ന ഒരു സങ്കല്പം ഇരിക്കെ, ശബരിമലയിൽ ഹിന്ദുക്കൾ മാത്രമേ കയറാവൂ എന്ന് പറഞ്ഞ് കേസ് കൊടുത്തയാൾ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്ന ആളാണ്. അപ്പോൾ ആചാര ലംഘനം അവർക്ക് ഇഷ്ടമുള്ള പോലെയാണ്, ആചാരവും അവർക്ക് ഇഷ്ടമുള്ള പോലെയാണ്. ചുരുക്കത്തിൽ എന്തിനാണ് ഈ പരിപാടി നടത്തിയത് എന്നതിനെക്കുറിച്ച് അവർക്ക് തന്നെ ഒരു വ്യക്തതയില്ലാതെ അവസാനിച്ച ഒരു യോഗം. ആകെ ചെയ്തത് സർക്കാരിനെയും പിണറായി വിജയനെയും CPM-നെയും 10 തെറി വിളിക്കാൻ കുറേ ആളുകളെ കൂട്ടി ഒരു യോഗം നടത്തി. അതല്ലാതെ ശബരിമലയിലെ ആചാരങ്ങളെക്കുറിച്ചോ ശബരിമലയെക്കുറിച്ചോ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ, ശബരിമല എന്ന് പറയുന്ന ഒരു ആരാധനാ കേന്ദ്രത്തിൻ്റെ ആ വിശുദ്ധിയോട്, ആ പവിത്രതയോട് എന്തെങ്കിലും ഒരു മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം ഭർസനങ്ങൾ അവിടെ ഒന്ന് നടത്തുമായിരുന്നില്ല. അതും മുഖ്യ പ്രാസംഗികൻ, കൂടെ പങ്കെടുത്ത ആളുകളെല്ലാവരും. ഇങ്ങനെയാണോ ഒരു പരിപാടി നടത്തുക? ഇതിലും എത്രയോ ഭേദമായിരുന്നു സർക്കാരിൻ്റെ സെമിനാർ. ഒന്നുമല്ലെങ്കിലും ശബരിമലയുടെ വികസനമാണല്ലോ ചർച്ച ചെയ്തത്, വേറൊന്നും പറഞ്ഞില്ലല്ലോ ആ യോഗത്തിൽ. രണ്ടാമത്തേത്, ഈ പരിപാടി കൊണ്ട് എന്താണ് അവർ ലക്ഷ്യമിട്ടത്? സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇങ്ങനൊരു പരിപാടി നടക്കുന്നു, ആ പരിപാടി കൊണ്ട് വലിയ നേട്ടം സർക്കാരിനുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു, ഹിന്ദു സംഘടനകളെ അവരുടെ സർക്കാർ കൂടെ കൂട്ടാൻ ശ്രമിക്കുന്നു എന്ന് കരുതി നടത്തിയ ഒരു ബദൽ സംഗമമാണല്ലോ, അത് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടനകളവിടെ പോയി 2018 നാമജപ ഘോഷയാത്രയോടുകൂടി സംഘപരിവാരത്തിനൊപ്പം അണിനിരന്ന 2 പ്രധാനപ്പെട്ട സംഘടനകൾ NSS-ഉം SNDP-യും രണ്ടുമില്ല. ഈ 2 സംഘടനയുടെയും നേതാക്കൾ അപ്പുറത്ത് സർക്കാരിൻ്റെ പരിപാടിയിലേക്ക് പോയി. ഈ പരിപാടിയിൽ നേതാക്കളെ കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഈ പരിപാടി കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? കുറേ സ്വാമിമാർ, ഈ മഠാധിപതികൾ അവിടെ എത്തി, അവിടെ വന്ന് എല്ലാവരും കൂടെ ചേർന്ന് ബഹളം വെച്ചു. പക്ഷേ രാഷ്ട്രീയമായി ഇതുകൊണ്ടുള്ള മെച്ചമോ ഗുണമോ ഈ പരിപാടികൾ ഉണ്ടാകുമോ? അതോ ഇത് കൂടുതൽ തിരിച്ചടിക്കുകയുള്ളൂ? പ്രത്യേകിച്ച് കേരള മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇങ്ങനത്തെ വളരെ മോശം വർത്തമാനം പറയുക, വാവരുടെ പള്ളിയിൽ പോകരുത്, വാവർ തീവ്രവാദിയാണെന്ന് പറയുക, ഇങ്ങനെ ശബരിമലയിലെ ആചാരത്തിന് കടകവിരുദ്ധമായി ആവേശമൂത്ത് പ്രസംഗിച്ച് അലറി അവസാനം അതൊരു കൊലവിളിയായി അവസാനിക്കുന്ന പരിപാടി നടത്തുക, ഇതുകൊണ്ട് എന്താണ് ഗുണം? 2018 ഓർമ്മിപ്പിക്കാനോ? 2018 ഓർമ്മിപ്പിച്ചത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകും എന്നാണ് കരുതുന്നതെങ്കിൽ അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഒരു പക്ഷേ ചിലപ്പോൾ സംഘപരിവാരം ഉദ്ദേശിച്ചും അതുതന്നെയായിരിക്കും. 2018 ഓർക്കുക, ഒരു കാരണവശാലും ഈ പിണറായി വിജയൻ പറയുന്ന ശബരിമലയിലെ മാസ്റ്റർ പ്ലാനും ശബരിമലയിലെ റോപ്പ് വേയും ശബരിമലയിലെ ഭക്തർക്ക് വേണ്ടി വരാൻ പോകുന്ന ആശുപത്രിയും വരുന്നെങ്കിൽ അതൊന്നും വിശ്വസിക്കരുത്. 2018 ഓർമ്മിക്കണം എന്നാണോ സംഘപരിവാരം ഉദ്ദേശിച്ചത്? അങ്ങനെയാണെങ്കിൽ അത് ഇലക്ഷൻ വരെ നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു സംഗമം നടത്തിയതിലൂടെ സംഘപരിവാരം, BJP, അവരുടെ നേതാക്കൾ, അവരുടെ മുന്നണി എല്ലാവരും ചേർന്ന് 2018 ഒരു ഹിന്ദു ഐക്യം, അവർ കരുതുന്ന ഹിന്ദു ഐക്യം ഉണ്ടായെന്നും അതിനൊരു തുടർച്ചയുണ്ടെന്നും വിചാരിക്കുന്നു. ഇത്തവണ അത് ഇത്തവണ അത് തുടരാനാണ് അവർ ആഗ്രഹിച്ചത്. പക്ഷേ NSS-ഉം SNDP-യും കൂടെ ഇല്ല എന്നുള്ളത് പരസ്യമായി സമ്മതിക്കുന്ന ഒരു കാര്യം കൂടിയായിപ്പോയി. യോഗി ആദിത്യനാഥിൻ്റെ പ്രസ്താവന ഇവിടെയും വായിച്ചു, അതും സമം, അവിടെയും വായിച്ചു, ഇവിടെയും വായിച്ചു. അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അത് കൃത്യമായ CPM-ൻ്റെ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്, അത് തീക്കളി തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇപ്പുറത്ത് യോഗി ആദിത്യനാഥിനെ കിട്ടിയുള്ളൂ.
ഒരു അമിത്ഷായോ ചുരുക്കം ഒരു മോദിയെങ്കിലും കൊണ്ടുവരേണ്ടതായിരുന്നു. അല്ലെങ്കിൽ എന്ത്, ഒരു അമിത്ഷാ യോഗി ആദിത്യനാഥുണ്ട്, അവിടെയുണ്ട്, ഇവിടെയുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട സംഘടനകൾ NSS SNDP അവിടെയുണ്ട്, ഇവിടെ ആരുമില്ല. നിങ്ങളുടെ കൂടെ ആരുണ്ട്? ഞങ്ങളുടെ കൂടെ കുറേ സ്വാമിമാരുണ്ട്. സ്വാമിമാരെന്ത് പറഞ്ഞു? അത് വാവരെ കത്തിക്കണം, വാവര് കള്ളനാണ് എന്നാണ്. അപ്പോൾ ചുരുക്കത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെ ആരെയും അണിനിരത്താതെ, പ്രധാനപ്പെട്ട സംഘടനകളെ ആരെയും കൊണ്ടുവരാതെ, കുറേ ആവേശത്തിൽ കുറേ വാചകങ്ങൾ അടിച്ച് വൈകുന്നേരം ഇപ്പോൾ പിരിഞ്ഞുപോയ ഒരു കോർണർ മീറ്റിംഗായി മാത്രമാണ് ഇന്ന് നടന്ന സംഗമത്തിൻ്റെ ആകത്തുക. അതിന് രാഷ്ട്രീയം, അതിൻ്റെ ഗുണം എന്തുണ്ടാകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ ഒരു തരത്തിലും ഇതൊരു അയ്യപ്പ സംഗമമായി തോന്നുന്ന ഒന്നും ആ പരിപാടിയിൽ ഉണ്ടായിരുന്നില്ല. മുഴുവൻ നേരവും സർക്കാരിനെതിരായ കുറേ കൊലവിളികൾ മാത്രമാണ് നടന്നത്. ഇതൊരു തീവ്ര കോർണർ മീറ്റിംഗ്. അതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.